മോർണിംഗ്. ഇന്നുണ്ടല്ലോ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ലേറ്റായി. 6:30 7 o'clock ആയിട്ടോ ഞാൻ എഴുന്നേറ്റപ്പോൾ. കാരണം നമുക്ക് ഇന്ന് 2 o'clock ഷിഫ്റ്റ്. അപ്പോൾ ഇഡ്ലിക്കുള്ള മാവ് ഞാൻ തലേ ദിവസം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള കുട്ടി ഇഡ്ലി ചെമ്പിലാണ് കേട്ടോ ഞാനിന്ന് ഇഡ്ലി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ നമ്മൾ രണ്ടുപേരുള്ളത് കൊണ്ട് ഇത് മതിയെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ 2 തട്ടാണ് കേട്ടോ ഇതിനുള്ളത്, ഇഡ്ലിയുടെ. പിന്നെ നമ്മുടെ ഈ ഇഡ്ലിയുടെ മാവ് എന്ന് പറയുന്നത് നമ്മൾ ഇഡ്ലിപ്പൊടിയും ചോറും കൂടെ തലേ ദിവസം അരച്ച് വെച്ചതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി. നല്ല ഇഡ്ലിയാണ് കേട്ടോ. ഇഡ്ലിപ്പൊടി ആണെങ്കിലും നമുക്ക് മാറി മാറി ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഇതാ കൂന്തൽ റോസ്റ്റും ചോറും ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. കൂന്തൽ റോസ്റ്റ് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു. അതാകുമ്പോൾ ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഈ ഒരു മസാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല ടേസ്റ്റ് ആണ്. അത്യാവശ്യം സ്പൈസി ആയിട്ട് ചൂട് ചോറിന്റെ കൂടെ അടിപൊളിയായിരുന്നു. വയല് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതങ്ങനെ. പിന്നെ വൈകുന്നേരം ആയപ്പോ നമ്മള് ഒരു ഐസ്ക്രീം കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. അവക്കേഡോന്റെ മിൽക്ക് അവക്കേഡോ ക്യാൻഡിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാഹുലേട്ടൻ എന്താ അവിടെ ഇരുന്ന് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്ത് തട്ടുന്നുണ്ട്. പിന്നെ എന്താ റീഫിൽ വെനംറ്റി ക്യൂട്ട് ആയിട്ടില്ലേ. പിന്നെ ഇതാണ് ബട്ടർ ഗുൽക്കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ഗുലാബ് ജാം, ബട്ടർ, ഐസ്ക്രീം, കുറച്ച് നട്ട്സ്, പിന്നെ പഴമൊക്കെ വരുന്ന ഒരു ഐറ്റം ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.